മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടിപ്പു സുൽത്താനും കേരളവർമ്മ പഴശ്ശിരാജയും പടനയിച്ച മണ്ണിൽ ഇപ്പോൾ പുലി, കരടി, കാട്ടാനകളുടെ വിളയാട്ടം. തണ്ണീർക്കൊമ്പനെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന മണ്ണിലേക്ക് മധ്യ കേരളത്തിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റം തുടങ്ങിയത് 1940കളിലാണ്. വന്യമൃഗശല്യവും കൊടും തണുപ്പും മലമ്പനി അവഗണിച്ച് കാടും മേടും വെട്ടിത്തെളിച്ച് കനകം വിളയുന്ന മണ്ണാക്കി വയനാട് ആകെ മാറി. 2009 വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് പല ഘട്ടങ്ങളായി തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്നു. തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ വയനാട് മൊത്തം ഉൾപ്പെട്ടപ്പോൾ MK ജിനചന്ദ്രനും SK പൊറ്റക്കാടും പ്രതിനിധികളായി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളുടെ ഭാഗമായിരുന്ന വയനാടിന് 1980 നായനാർ സർക്കാരാണ് ജില്ലയായി പ്രഖ്യാപിച്ചത്. ദേശീയ തലത്തിൽ ഇപ്പോൾ വയനാടിന്റെ മേൽവിലാസം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ച് UPA അധികാരത്തിലെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചു. UPAയ്ക്ക് അന്ന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ അനുയോജ്യമായ സീറ്റ് കണ്ടെത്താൻ AICC വിവിധ PCCകൾക്ക് നിർദ്ദേശം നൽകി. അതിനു മുമ്പ് തന്നെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അനൌദ്യോഗികമായി സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിയിരുന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയ T സിദ്ദിഖ് 100 കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് കൽപ്പറ്റയിൽ റോഡ് ഷോയും നടത്തി. സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഉമ്മൻചാണ്ടിയുമായിരുന്നു. സിദ്ദിഖിനെ മുമ്പ് പലപ്പോഴും പലരും പിന്നിൽ നിന്ന് വെട്ടി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത്. UPA അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് UDFനെ വലിയ ആവേശത്തിലാക്കി. രാഹുലിനെ TVയിൽ മാത്രം കണ്ടിട്ടുള്ള വോട്ടർമാർ ഉത്സാഹത്തിലായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സഹോദരി പ്രിയങ്ക ഗാന്ധിയോടൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ്. ജനം തിങ്ങി നിറഞ്ഞ കൽപ്പറ്റ പട്ടണത്തിലേക്കാണ് രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. 3-4 തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എത്തിയത്. പ്രചാരണം KPCC നേരിട്ട് ഏറ്റെടുത്തു. അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFൽ നിന്ന് CPI നേതാവ് PP സുനീറും BDJSൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളിയുമായിരുന്നു മത്സര രംഗത്തെ മറ്റുള്ളവർ. വയനാട്ടിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട്ടെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ സീറ്റ്. UDFന് നിർണായക സ്വാധീനമുള്ള മണ്ഡലം. രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു പേര് കോൺഗ്രസിന്റെ പരിഗണനയിൽ ഇല്ല. ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷിയായ CPIയുമായിട്ടാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കേണ്ടത്. വയനാട്ടിൽ മത്സരിക്കരുതെന്ന് രാഹുലിനോട് CPI ആവശ്യപ്പെട്ടെങ്കിലും സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിനായി സർവേ നടത്തിയെങ്കിലും ഫലം പുറത്തു വന്നിട്ടില്ല. രാഹുലിനെ മുന്നിൽ കണ്ടാണ് CPI പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യയും CPI ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ കണ്ണൂരുകാരി ആനി രാജയെ വയനാട്ടിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സത്യൻ മൊകേരി, PP സുനീർ എന്നിവരുടെയൊക്കെ പേരുകൾ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നെങ്കിലും അതിനുശേഷമാണ് പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ ആനി രാജയുടെ പേര് വയനാട്ടിലേക്ക് ഉയർന്നു വന്നത്. എന്തായാലും ഇങ്ങനെയൊരു CPIക്കാരി ഉണ്ട് എന്നുള്ളത് വയനാട്ടുകാര് ആദ്യമായിട്ട് അറിയാൻ പോവുകയാണ്. എന്തായാലും ആനി രാജയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കും വയനാട്ടിൽ കാണാൻ പോവുക.